അതെ, ഈ ഒരു സാഹചര്യത്തിൽ നടക്കൂല. എന്താന്ന് വെച്ചാലേ ഇപ്പൊ തന്നെ ഈ വീടിന്റെ ലോൺ, പിന്നെ പിള്ളേരെ പഠിത്തം, പിന്നെ ഇവിടുത്തെ ചെലവ്, ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കേസ് വരിക, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്റെ കൈ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ അവസ്ഥയെ പറ്റില്ല. എന്റെ അളിയ ഇത് അളിയൻ അറിയാമയ സംസാരിക്കുക. ഇത് കണ്ണായ സ്ഥലമാ, കണ്ണായ സ്ഥലം. അറിയാവോ? താണ്ടെ ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്. ഈ 20 സെന്റിന്റെ 3 വശത്ത് റോഡാ. അതെ, എന്ത് വിലയുണ്ടെന്നറിയാം അവിടൊക്കെ. അത് ഇവരിപ്പൊ ഈ അർജന്റായിട്ട് വിൽക്കാൻ കാര്യം എന്താ? അതിന്റെ ഉടമസ്ഥരുടെ കൊച്ചിന്റെ കല്യാണമാ. ഇത് വിറ്റാലേ നടക്കൂ. ഈ സമയത്ത് വാങ്ങിച്ചിട്ടാ 4 വർഷം കഴിയുമ്പം അളിയന്റെ മക്കള് പ്രായമാകുമ്പോ, കല്യാണ പ്രായമാകുമ്പോഴേ അവരുടെ കല്യാണത്തിന് ഇതിനകത്തുനിന്ന് 5 സെന്റ് വിറ്റാൽ മതി. കല്യാണം ഈസിയായിട്ട് കിടക്കും. അല്ല, മണിക്കൂട്ടൻ പറഞ്ഞത് ശരിയാണ്. വിലയൊക്കെ കയറും, ഡെവലപ്പ് ആവുന്ന ഏരിയ ആണ്, അതൊക്കെ ശരി. പക്ഷേ നടക്കൂല മണിക്കൂട്ട. എന്താ വെച്ചാലേ കാശിന് കാശ് തന്നെ വേണ്ടേ? അതെ, എന്റെ അളിയ കാശിന് കാശ് തന്നെ വേണം. ഈ നടക്കത്തില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് മാറിയാലും ഒന്നും നടക്കത്തില്ല. അത് പിന്നെ എന്റെ കാര്യം എനിക്കല്ലേ അറിയാം. ഇവിടെ 2 അറ്റം കൂട്ടിപ്പിടിക്കാൻ ഞാൻ കിടന്ന് പാടണം. എന്റെ അളിയൻ പറഞ്ഞല്ലോ കാശിന് കാശ് വേണം. ആണല്ലോ, കാശിന് കാശ് മതിയല്ലോ. കാശിന് കാശ്. ഒരു ലോൺ എടുക്കാന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ ലോൺ തീർന്നിട്ടില്ല, അതല്ലേ? പിന്നെ എവിടെ നിന്നുണ്ടാക്കും കാശ്? എവിടെ നിന്നുണ്ടാക്കും കാശ്? ഇവിടെ നിന്നുണ്ടാക്കുന്നു. അതാണ്ടെ ആ വസ്തു വാങ്ങിക്കാനുള്ള കാശ് ഞാനും എൻ്റെ അച്ഛനും കൂടെ തരും. ഞാനും എൻ്റെ അച്ഛനും കൂടെ തരും. അല്ല മണിക്കൂട്ട, അത് ശരിയാവില്ല, അത് ശരിയാവില്ല. എന്റെ അളിയ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. അളിയൻ 2 പിള്ളേരുമായി. 5 പൈസ ഞങ്ങൾ സ്ത്രീധനമായിട്ട് തന്നോ? ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ ഇത് സ്ത്രീധനമായിട്ട് കൂട്ടണം. പിള്ളേരൊക്കെ ഇത്രയും വലുതാക്കി ഇനിയിപ്പോ സ്ത്രീധനം തരാനും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു സമ്പാദ്യമായിട്ട് ഞങ്ങൾ ഒരു 20 സെന്റ് വാങ്ങിച്ചു തരിക. എന്താ പറയുന്നത്? അളിയൻ ധൈര്യമായിട്ട് ഇരിക്കുക. ഇല്ല മണിക്കൂട്ട, എന്നാലും അത് ശരിയാവില്ല. എന്താ ശരി? അതെ, എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അത് ശരിയാവില്ല മണിക്കൂട്ട. പിന്നീട് അത് മാനസികമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും. എത്ര വലിയ ബന്ധമാണെങ്കിലും അവസാനം അതിൽ വിള്ളൽ ഉണ്ടാവും. അതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂല. അപ്പൊ അളിയന് ഞങ്ങളെ അന്യരായിട്ടാ കാണുന്നല്ലേ? അയ്യോ, എന്നെ അച്ഛനെ അളിയന് അന്യരായിട്ടാ കാണുന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അളിയന്റെ പറഞ്ഞു വരുന്ന വർത്താനമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്ക് മലയാളമൊക്കെ അറിയാളിയാ. എന്തോന്ന് മണിക്കൂട്ട, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഇന്ന് ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമില്ല. പണ്ട് കാലം പോലെ, ആദ്യം കല്യാണം കഴിച്ച് ഈ വീട്ടിൽ വന്ന കാലം പോലെ അളിയൻ ഞങ്ങളെ കുത്തിയുള്ള വർത്താനങ്ങൾ പറയും. അത് ശരിയായ കാര്യമില്ല അളിയ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. അളിയൻ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് പിടികിട്ടി. എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ 1 സെന്റ് വസ്തുവും 1 ചില്ലിക്കാശ് പോലും അളിയന് വേണ്ട. അളിയൻ പറഞ്ഞു വന്നത് ഞാനും എന്റെ അച്ഛനും വെറും പട്ടികളാണ്. ഇതൊരു കഷ്ടമാണെന്നറിയുമോ? ആങ്ങളെ അതെ, പെങ്ങളും അതെ. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇല്ലാത്ത കാര്യത്തിന് അതിൽ ഇല്ലാത്ത അർത്ഥം കണ്ടോ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊരു കഷ്ടമാണ്. ഇന്നത്തെ ദിവസം പോയി. മണിക്കൂട്ടാ അളിയാ, അത് കൊള്ളാമല്ലോ. പെങ്ങളെ, പെങ്ങളെ, ഓ ഇങ്ങോട്ട് പടി. വന്നോണ്ടിരിക്കാ. ഇവിടെ ഓ എന്താ? ഞാൻ ഈ വീട്ടിൽ വരുന്നത് എന്തിനാ? ഞാൻ ഈ വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാല് നിന്നെ എന്നിട്ട് പിള്ളാരെയും അളിയനെയും ഒന്ന് കാണാൻ വേണ്ടിയാ. അപ്പൊ ഈ വീട്ടിൽ ഞാൻ വന്നു കയറുന്നതിന് ചിലർക്കൊക്കെ ചില വിഷമങ്ങളുണ്ട്. അങ്ങനെയുള്ള വീട്ടിൽ കയറി വരാൻ എനിക്കും ബുദ്ധിമുട്ടാ. ഞാൻ പോവുക. ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, ഇപ്പൊ എവിടെ പോകുന്നു മാമൻ? എന്തോന്ന് അളിയാ ഇത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞേ. ആവശ്യമില്ല, ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താ ചിന്തിക്കാത്ത കാര്യം? എന്താണ് കഥ? എന്റെ അളിയ, ഞാൻ അളിയനെ കാണുന്നത് വെറും അളിയനായിട്ടല്ല, എന്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാ. പക്ഷെ അളിയൻ എന്നെ കാണുന്നത് വെറും അളിയനായിട്ടാ. അളിയ, അത് ശരിയായ കാര്യമല്ല. വിഷയം എന്തോന്നാണ് ചേട്ടാ? കാര്യം പറ രണ്ടുപേരും. വേണ്ട, അളിയൻ പറയണ്ട, ഞാൻ പറയാം. എന്നാ ഞാൻ പറയാം. ഇടി നമ്മുടെ നമ്മൾ പഠിച്ച LP സ്കൂളിലെയോ നമ്മുടെ വീടിനടുത്ത്, അതിന്റെ ആ റോഡിന്റെ എതിർഭാഗത്ത് ഒരു 20 സെന്റ് കിടപ്പുണ്ട്. ഇതാണ്ട് ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്, 3 വശം റോഡാ. ആ 20 സെന്റ് ഞാൻ ചെന്ന് സംസാരിച്ചു. വളരെ തുച്ഛമായ തുകയ്ക്ക് ഞാൻ സമ്മതിപ്പിച്ചു. 1.5 ലക്ഷം രൂപ സെന്റിന് വിൽക്കാനിട്ടേക്കുന്ന 1.5 ലക്ഷം രൂപയ്ക്ക് അത് നമുക്ക് കിട്ടും. 1.5 ലക്ഷം രൂപയോ? അവിടെ നമ്മൾ മറിച്ച് വിറ്റാ കിട്ടുകൂടി 2.5 ലക്ഷം രൂപ. പിന്നെ ഭയങ്കര ലാഭമല്ലയോ?
അപ്പം ആ കാര്യം ഞാൻ വന്ന അളിയന്റെ അടുത്ത് പറഞ്ഞപ്പോ അളിയൻ അത് വേണ്ട. വേണ്ടെന്ന് വെച്ചാലേ മണി, ഈ കാശില്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെ വാങ്ങിക്കും? മണിക്കൂടെ പറഞ്ഞൊക്കെ ശരിയാണ്, നല്ല സ്ഥലമൊക്കെ തന്നെ, പക്ഷെ കാശ് വേണ്ട വാങ്ങിക്കാനായിട്ട്. എന്റെ അളിയ കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? അത് ശരിയാവില്ല. അങ്ങനെ മാമൻ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ അച്ഛന് കുഴപ്പം? മക്കളെ അങ്ങനെ വേറെ കാശൊക്കെ വാങ്ങിച്ച് നമ്മൾ സാധനം വാങ്ങിക്കാൻ പറ്റില്ല. സ്ഥലം വാങ്ങിക്കരുത്. എടി മോളെ, അളിയൻ ഈയിടെ ആയിട്ടേ ഞാൻ വേറെ നീ വേറെ, നിന്റെ കാശ് എന്റെ കാശ് എന്നൊക്കെയുള്ള അല്ല, അളിയന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി അളിയ. അതുകൊണ്ട് ഞാൻ എനിക്കിത് അത്ര ഫീൽ ചെയ്തു. മണിക്കൂട്ട് അങ്ങനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. അങ്ങനെ തന്നെ അളിയ ഉദ്ദേശിച്ചത്. എന്തോന്നും രവിയേട്ടാ മാമന് ഫീൽ ചെയ്ത് കണ്ട ചേട്ടാ. ആ തെങ്ങുംതോപ്പല്ലേ? തെങ്ങുംതോപ്പ് നല്ല നല്ല കൊണ്ണായ സ്ഥലമല്ലേ ഇവിടെ. അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിഞ്ഞ് എവിടെയൊക്കെ കല്യാണമാകുന്ന സമയം, മാമ ഇത് അതിന് സമയമുണ്ടല്ലോ. ഒരു സമയം കല്യാണമാകുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഒരു മൂലേന്ന് ഒരു 5 സെന്റ് വിറ്റ് കഴിഞ്ഞ് ഇവിടെ കല്യാണം രാജീവമായിട്ട് നമുക്ക് നടത്താം. ശരിയാണ്. IAS വരെ കിട്ടും. രവിയേട്ടാ, അങ്ങനെയാണെങ്കിലേ നമുക്ക് ആ സ്ഥലം നോക്കിക്കൂടെ? നല്ല സ്ഥലം എന്നല്ലേ പറയണേ. എന്തോന്നും മണി, എന്റെ സാഹചര്യം മനസ്സിലാക്കാതെ നീയും കൂടെ ചേർന്ന് ഇങ്ങനെ പറഞ്ഞ പൈസ ഉണ്ടോ? മാമൻ തരാന്നല്ലേ പറഞ്ഞത്. അതൊന്നും ശരിയാവില്ല. അതന്നെ, മണിക്കൂട്ടൻ ചേട്ടൻ സഹായിക്കുമല്ലോ ഇപ്പൊ. അതൊന്നും ശരിയാവില്ല മണി. എന്ത് ശരിയാവാത്ത? അത് എനിക്ക് ഇഷ്ടമല്ല. എന്തോന്ന്? ആരുടെയും 10 പൈസ എനിക്ക് വേണ്ട. പിന്നെ മരണം വരെയും അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായ? അങ്ങനെ പോകണമെന്ന് തന്നെയാണ് ഞാനും ചിന്തിച്ചിട്ടുള്ളത്. ഇനി അതിന് പറ്റാത്തൊരു സമയം വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഓ ഞങ്ങളെ അളിയൻ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം മനസ്സിലായോ? ചത്ത് കിടന്നാലും എന്റെ കയ്യിൽ നിന്ന് 10ന്റെ കാശ് വാങ്ങിക്കരുതെന്ന് അളിയന്റെ അമ്മ അളിയന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല അച്ഛൻ പറഞ്ഞത്. അങ്ങനെ തന്നെ അളിയൻ പറഞ്ഞു. നീ ഒന്നും പറയണ്ട. അളിയൻ അങ്ങനെ തന്നെ പറഞ്ഞു. അളിയൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചു. എന്തോ മണിക്കുട്ടൻ ചേട്ടാ, അറിയാലോ സ്വഭാവം. രവിയേട്ട ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ. അല്ല, ഇത്രയും പുഴുങ്ങനാന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടൻ വിഷമിക്കണ്ട. ഞാനേ രവിയേട്ടനോടൊന്ന് കാര്യമായിട്ടൊന്ന് പറഞ്ഞൊരു തഞ്ചത്തിൽ പറഞ്ഞു നോക്കട്ടാ. ഞാൻ സംസാരിച്ചു നോക്കിട്ട് വരാം. എന്തോന്നാണ് പ്രശ്നം ശരിക്കും? മണിക്കുട്ടൻ ചേട്ടൻ പറഞ്ഞ കാര്യത്തില് അതൊന്നും ശരിയാവില്ല മണി. അതെന്ത് ശരിയാവാത്ത? ഇങ്ങനെ ഈ കടമൊക്കെ വാങ്ങിച്ച് സ്ഥലം വാങ്ങിക്കേണ്ട കാര്യം ശരിയാവില്ല. രവിയേട്ട, അത് കണ്ണായ സ്ഥലം ഈ വിലക്ക് പിന്നീട് കിട്ടുമോ? നല്ലൊരു ഇതല്ലേ, ഡീലല്ലേ? എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കണല്ലേ നല്ലത്. അതൊന്നും ശരിയാവില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്ത് പണി? പൈസ ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. മണിക്കുട്ടൻ ചേട്ടൻ സഹായിക്കാന്ന് പറയുമ്പോ പിന്നെ നമ്മള് നല്ലൊരു അവസരം കിട്ടുമ്പോൾ വേസ്റ്റാക്കി കളയണം. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ മണി? അതെ, ഇപ്പം ഇങ്ങനെ കടം വാങ്ങിച്ച് ഈ വസ്തു വാങ്ങിക്കേണ്ട കാര്യം എന്താണ് ആവശ്യം? ഞാൻ നോക്കിയിട്ട് ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ മുണ്ട് മുറുക്കി കിടക്കണം, അങ്ങനെ ജീവിക്കണം. എന്തോന്ന് പറഞ്ഞു മുണ്ട് മുറുക്കി കിടക്കാം? ഇവിടെ പട്ടിണി എടുക്കേണ്ട ആവശ്യം. ഈ തരുന്ന പൈസ ആരുടെയാണ്? എന്റെ സഹോദരൻ, എന്റെ അച്ഛന്റെ നിന്നുള്ള പൈസയാണ് തരുന്നത്. ആരുടെ പൈസയാണ്? എനിക്ക് അവകാശപ്പെട്ട പൈസ. അതിലെന്തോ എന്റെ നിന്ന് പൈസ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ രവിയേട്ടന് അഭിമാനമാണ് വലുത് അല്ലേ? നീ ഇങ്ങനെയൊന്നും വ്യാഖ്യാനിക്കല്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ശരിയാവൂല. ശരിയാവൂല എന്ന് പറഞ്ഞോണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാലല്ലേ ശരിയാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കാതെ നമ്മക്കൊണ്ട് പറ്റും. ഒന്നും വേണ്ട, എന്റെ അവകാശം ഒന്നും വേണ്ട. നമ്മളെ തൽക്കാലത്തേക്ക് ആ പൈസ ഒന്ന് മറിച്ച് സഹായിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ അങ്ങനെ മൊത്തത്തിൽ വേണമെങ്കിൽ പലിശയും കൂടെ ചേർത്ത് അവിടെ കൊടുക്കാം. നിനക്ക് എന്നെ നല്ലപോലെ അറിയാലോ. ഞാൻ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം പോകാതെ കിടക്കുകയാണെങ്കിൽ നമുക്കൊരു ലോൺ വല്ലതും ട്രൈ ചെയ്യാം. അത് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. പോവാതെ കിടക്കുമ്പോ കാലങ്ങൾ കഴിഞ്ഞിട്ടല്ലേ പിന്നെ അവർ വെച്ചോണ്ടിരിക്കില്ല. അവർക്ക് എന്തോ അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ അത് വിൽക്കാൻ നിൽക്കുന്നേ. ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഇപ്പൊ നടക്കൂലെന്ന് ഉറപ്പന്നെ? നടക്കൂല. അപ്പൊ തീരുമാനത്തിൽ മാറ്റൊന്നുമില്ലല്ലോ? ഒരു മാറ്റവും ഇല്ല. തീരുമാനം നിനക്ക് അറിയാലോ എന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഞാനിത് ചേട്ടനോട് പോയി പറയുമ്പോ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് അനുഭവിച്ചോ ഒറ്റയ്ക്ക്. ഭവിഷ്യത്താ? ഭവിഷ്യത്ത് ഇതൊന്നും ഞാൻ പോയി പറയാൻ പോണു. മണി, ഒരു വഴിക്കും എടുക്കാത്ത മണി മണിന്ന് വിളിക്കണ്ട. ആരും ഒന്നും മനസ്സിലാക്കണില്ല, ചുമ്മാ അങ്ങ് പറയുകയാണ്. മാമ ഇങ്ങനെ വിഷമിക്കാതെ. അച്ഛൻ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. അങ്ങനെ ഉദ്ദേശിച്ചല്ലടി, ദുരുദ്ദേശിച്ചതാ. അല്ല, എനിക്കെല്ലാം മനസ്സിലായടി. അങ്ങനെ എന്നെ വെറും അളിയനായിട്ടാ കാണുന്നത്. അതാ എനിക്ക് പോയത്. അതെ, അമ്മ സംസാരിക്കാൻ പോയിരിക്കല്ലേ അച്ഛനോട്. അമ്മ സംസാരിച്ചിട്ട് വരട്ടെ, അപ്പൊ നമുക്ക് കാര്യം എന്താന്ന് അറിയാലോ. ഇങ്ങനെ വിഷമിക്കാതെ. നന്നാവൂല, ഈ ജന്മത്ത് നന്നാവൂല ഇങ്ങനെ പോവാണെങ്കിൽ. എടി പെങ്ങളെ, എന്നെ കുറിച്ച് വേണ്ടാതിനും പറഞ്ഞോണ്ടല്ലോ. എനിക്ക് ഒന്നാമത് ദേഷ്യപ്പെട്ടിരിക്കുക. ഞാൻ മണിക്കൂട്ടി ചേട്ടനല്ലല്ലോ പറഞ്ഞത്, രവിയേട്ടനല്ലേ. എന്തു പറ്റി? അച്ഛൻ എന്ത് പറഞ്ഞു? അമ്പിനും വില്ലിനും അടുക്കൂലെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരു രീതിയിലും അടുക്കണില്ല. കടവായിട്ടോ അഡ്വാൻസ് ആയിട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് കൈക്കൊള്ളാൻ പറഞ്ഞാൽ കേക്കണ്ടേ?
ഒന്ന് ഞാൻ പിടിച്ച മുയലിന് 3-4 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാദിച്ചോണ്ടിരിപ്പുണ്ടോ അവിടെ? അമ്മ അച്ഛന്റെ എത്തിക്സ് വളരെ ഡിഫറെന്റ് ആണ്. ഒരു പരിധി വരെ നല്ലതാണ്, പക്ഷെ മക്കളെ എത്തിക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് കുടുംബജീവിതത്തിൽ അതൊന്നും ശരിയാവില്ല. ഫാമിലി സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. ഇത് എന്തോന്ന് എത്തിക്സ്? അല്ല, എനിക്ക് അതിനകത്തൊന്നും അല്ല സങ്കടം. അളിയൻ എന്റെ ഈ കുടുംബത്തിലെ ഒരാളായിട്ട് പോലും എന്നെ കരുതുന്നില്ല. അതാ എനിക്ക്. മാമ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കാതെ മാമ. ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടൻ ഒരു കാര്യം ചെയ്യണം. ചേട്ടനോട് ആൾക്കാർ എങ്ങനെ പെരുമാറണോ അതേ നാളത്തെ തിരിച്ചും പെരുമാറുക. അങ്ങനെ തന്നെ ഞാനും തീരുമാനം എടുത്തേക്കുന്നു. അളിയൻ എന്നോട് അങ്ങനെ പെരുമാറുന്നോ അതേ നാണയത്തെ ഞാൻ തിരിച്ചു കൊടുക്കും. നോക്കൂ. രവിയേട്ടാ, മണിക്കുട്ടി ചേട്ടാ, വാ ചായ കുടിക്കാം. മാമ ഓക്കേ, നല്ല ചൂട് പഴംപൊരി. ആഹാ, വാ ചായ കുടിച്ചു. കൊതു ഇരി. കഴിച്ചു നോക്ക്. ചേട്ടൻ വന്നോണ്ട് ഉണ്ടാക്കിയതാ. ചേട്ടന് പഴംപൊരി ഭയങ്കര ഇഷ്ടം. അതെ മണിക്കൂട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അല്ല, നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, അതിന് ദേഷ്യമുണ്ടോ? ഓ, ഞാനൊക്കെ അപ്പോഴേ വിട്ടില്ല അളിയ. കണ്ട, ഞങ്ങൾ കുടുംബക്കാരങ്ങനെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആരോടും മനസ്സിൽ വെച്ചൊന്നും പെരുമാറൊന്നുമില്ല. അല്ലേ ഏട്ടാ? ഫുള്ള് കഴിക്കും മാമ. എണ്ണ ഓ, ടിഷ്യൂ പേപ്പർ എടുക്കാൻ മറന്നുപോയി. ഓ, ടിഷ്യൂ പേപ്പർ വീട്ടില് ടിഷ്യൂ പേപ്പർ പോഴെടുന്നു. കുഴപ്പമില്ല. എണ്ണല്ലേ അളിയ ഒരു 20 രൂപ ചില്ലറ തരാൻ കാണും. ചില്ലറേ ഉണ്ട് മോളെ, എന്റെ പേഴ്സിലെ. അല്ല, ഞാൻ എടുത്തോണ്ട് വരാം. അല്ല വേണ്ട, അല്ലേ വേണ്ട. ഇതിപ്പം ഒരു വാഴക്കപ്പം ചായ എങ്ങനെ ആയാലും 30 രൂപ വരും. 30 രൂപ പിടി. ഒരു വാഴക്കപ്പം ഒരു ചായ 30 രൂപ അധികമാ. പിന്നെ ബാലൻസ് 20 രൂപ ഇരുന്നോട്ടെ. ഇനി ഏതായാലും ഞാൻ ഊണൊക്കെ കഴിക്കാതിരിക്കുകയല്ലേ. പോക്കറ്റ് വെച്ചോളേ. പോക്കറ്റ് വെച്ചു പ്രശ്നമല്ല. ധൈര്യമായിട്ട് വെച്ചു. അച്ഛൻ എന്നെ നോക്കണേ. ഇത് എന്റെ ഇതൊന്നും അല്ല, ഐഡിയ ഒന്നും അല്ല കേട്ടോ. എന്നെ നോക്കണ്ട, എനിക്കൊന്നും പറഞ്ഞൂടാ. എനിക്കൊന്നും പറഞ്ഞൂടാ. അയ്യോ അളിയ, ഒരു കാര്യം ഞാൻ വിട്ടു. 50 രൂപ തന്നെ. 50 രൂപ തന്നെ. കണ്ട, ചെയ്തത് തെറ്റാണെന്ന് അളിയൻ തോന്നി. കണ്ട, അതാണ് അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തതാണ് മണിക്കൂട്ടായി. അതെ അളിയൻ, ഞാൻ ഇന്നലെ ഒരു ഓട്ടോറിക്ഷ വന്നിറങ്ങിയായിരുന്നു. അതിന്റെ കാശ് 75 രൂപ അളിയനല്ലേ കൊടുത്തത്? അതെ അതെ. ആ 75 ഇപ്പം 30. അപ്പം 105. 5 രൂപ ചില്ലറ ഇല്ല അളിയ. 100 രൂപ 5 രൂപ ബാലൻസ് ചെയ്യാൻ തരാം. സത്യമായിട്ടും തരും, എന്നെ വിശ്വസിക്കാം. അല്ലേ, ധൈര്യമായിട്ടിരിക്കും. അയ്യ, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ തരുവളിയ. ധൈര്യമായിട്ടിരിക്കും, ഒട്ടും വിഷമിക്കണ്ട. 5 രൂപ തന്നെ. അത്ര വൃത്തിയോടൊന്നും ഞാൻ കാണിക്കത്തില്ല. എന്തോ നീ കാണിക്കുന്നത്? കഴിച്ച കാശിന് മണി, ഇന്നിന്റെ ചേട്ടൻ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ. സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും പൈസ കൊടുക്കും? നീ പറഞ്ഞ് മനസ്സിലാക്കും. അതെ, ഈ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ ഒരു താല്പര്യമില്ല. നിങ്ങളുടെ പാടെ നിങ്ങൾ എങ്ങനെയോ അത് തീർക്കും. അങ്ങനെ പറഞ്ഞ അങ്ങനെ പറ്റും? നീ പറഞ്ഞേ. അങ്ങനെ പറയാൻ പറ്റൂ. പെങ്ങളെ, തണുത്ത വെള്ളം ഇരിപ്പുണ്ടോ? തണുത്ത വെള്ളം ഉണ്ടല്ലയാ, ഞാൻ എടുത്തരാം. ഇതാ കുടിക്ക്. അതെ അളിയാ, അളിയനെ ഈ പൈസ പിടിക്കണം. ഈ പൈസ അളിയൻ വാങ്ങിക്കണം. ഇതൊക്കെ ശരിയല്ല അളിയാ. സ്വന്തം വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിനൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കാന്ന് വെച്ചാൽ അളിയ ഈ പൈസ വാങ്ങി. ആണല്ലോ, പിന്നെ ശരിയായ കാര്യമാണല്ലോ. എനിക്കത് കേട്ടാ മതി.
അളിക്ക് പൈസ പിടിക്കും. അത് കേട്ടാ മതി. നിക്കേ അളിയാ, ഇതേ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങിച്ചാലേ 1 ലിറ്ററിന് 20 രൂപ കൊടുക്കണം. അതും തണുത്ത വെള്ളമാണെങ്കിൽ 25 രൂപ കൊടുക്കണം. ഇപ്പൊ 1 കുപ്പി വെള്ളമല്ലേ, 25 രൂപ. കുറച്ചു നേരം കഴിയുമ്പോ എനിക്ക് 1 കുപ്പിയും കൂടെ വേണം. 50 രൂപ പ്ലീസ്. മണിക്കൂടെ ചുമ്മാരി. അല്ല പിന്നെ കാശ് കിട്ടിയില്ലെന്ന് പറയരുത്. അളിയാ ഇങ്ങോട്ട് 50 രൂപ ധൈര്യമായിട്ട് വേണ്ട. പിടി ചുമ്മാരി. ഓ എന്തു ഇത് ഇപ്പഴായിരിക്കും സമാധാനമായത്. അതെ വിഷമം വേണ്ട. ഇതുകൂടി മണിക്കൂടാ ഇരിക്കട്ടെ. ആ പറയണേ. മണി, ഇത് ശരിയല്ല, നീ പറ. എന്ത് പറ്റി? പൈസ കുറഞ്ഞു പോയാ? കുറഞ്ഞു പോയാ? കുറഞ്ഞെങ്കിൽ പറയാം, ചേട്ടനോട് പറഞ്ഞ വാങ്ങിച്ചു തരാം കൂടുതൽ. മണിക്കൂട്ടം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, പക്ഷെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നീ പെരുമാറുന്നുണ്ടല്ലോ. എന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണില്ല. ഹലോ, മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല, എല്ലാ കാര്യവും എനിക്ക് മനസ്സിലാവും. പക്ഷെ ആ പോയതേ എന്റെ കൂടെ പുറപ്പ, എന്റെ ഒറ്റ സഹോദരൻ. നിങ്ങൾ എന്റെ ഭർത്താവാണ്. ഇവർ രണ്ടുപേരെ ഒരാളുടെ പക്ഷെ എനിക്ക് പിടിക്കാൻ പറ്റൂല, മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കുകയോ അടിച്ചു തീർക്കുകയോ എന്താ ചെയ്തു. കഷ്ടമാണ് മണി. പിങ്കി, ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ തല്ലുള്ളി തന്നെ ഒന്നും അവിടെ കാണിക്കരുത്. ഇവിടെയോ? ഇവിടത്തെ വിശേഷോ? അയ്യോ, ഇവിടത്തെ വിശേഷം ഒന്നും പറയാതെ ഇരിക്കുന്നയാ ഭേദം. ഇവിടെ അച്ഛനും മാമനും പൊരിഞ്ഞടി. ഞാൻ പിന്നെ വിളിക്കാവേ. വിളിക്കാം. കഷ്ടമാണ്. ഇവിടെ എന്തോ ആവാം. എന്താ? അല്ല, മോള് തന്നെ ആലോചിച്ച് നോക്ക്. മണിക്കൂട്ടം കാണിക്കുന്നത് ശരിയാണോ? അതെ, ഇവിടുന്ന് ആഹാരം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനൊക്കെ പൈസ കൊടുക്കുക, ചായ കൊടുക്കുന്നതിനൊക്കെ പൈസ കൊടുക്കുക. ഇത് പുലിനാടിലാണെങ്കിൽ ചെയ്യൂ. അത് മാമന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അച്ഛന് തെറ്റായിട്ട് തോന്നുന്നത് മാമന് ശരിയായിരിക്കാം, അച്ഛന് ശരിയായിട്ട് തോന്നുന്നത് മാമന് തെറ്റായിരിക്കാം. എന്തോന്ന് മക്കളെ പറയണത്? എന്തോന്ന് ശരി ഇതില്? ഇതെന്തോ ശരി? ഞാൻ പറഞ്ഞത് കാര്യമാണ്. നമ്മളിപ്പം പൈസയൊക്കെ വാങ്ങിച്ച് കടമൊക്കെ വാങ്ങിച്ചത് വാങ്ങിച്ചു കഴിഞ്ഞാലേ പിന്നെ എപ്പോഴെങ്കിലും ഒരു സംഭവം, ഒരു എന്താ തർക്കം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്റെ പൈസ കൊടുത്തല്ലേ സ്ഥലം വാങ്ങിച്ചെന്ന് പറയില്ലേ? ഇതേ സിറ്റുവേഷൻ മാമൻ തിരിച്ചാലോചിച്ച് കാണും. ഇതുപോലെ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അച്ഛൻ വിളിച്ചു പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം മാമൻ ഈ ഓരോ കാശും ഇങ്ങനെ എണ്ണി പറഞ്ഞു തരുന്നത്, കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ. എന്തായാലും ഇത് കുറച്ച് കടന്ന കയ്യായി പോയി. ഇത് വാശി കാണിക്കുന്നതാണ്. അളിയൻ ഇവിടെ വന്ന് ഇരിക്കുകയായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഇരിക്കുക. എന്തായാലും അളിയാ, ഈ കാണിക്കുന്ന ശരിയൊന്നുമല്ല. എന്തോ ശരി കേട്? അളിയ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനും ചായ കുടിക്കുന്നതിനൊക്കെ പൈസ കൊടുക്കുന്നത് ശരിയാണോ? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. ഓർക്ക്, അപ്പൊ മനസ്സിലാവും. സത്യമായിട്ടും ഇടിമോളെ, നീ കുറച്ചു നേരം മുമ്പ് എനിക്കൊരു നാരങ്ങ വെള്ളം തന്നില്ല? അതിന്റെ കാശ് മാമൻ തന്നില്ല. അതിന്റെ കാശ് മാമൻ തന്നിട്ടില്ല. 10, 20. 20 രൂപയോ മാമ? പുറത്തൊക്കെ 45 രൂപ കിട്ടും, അതറിയോ? എടീ, നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കരുത് കേട്ടോ. എന്തായാലും മാമ എനിക്ക് തന്നെ ഇത് കുറച്ച് കടുപ്പായി കേട്ടോ. മണിക്കൂട്ടെ എപ്പോഴും പറയില്ല എന്റെ പെങ്ങളും മക്കളും. ആ പെങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെ കാണിക്കട്ടെ. ഇങ്ങനൊന്നും ആരും ചെയ്യരുത്, ഒരു വീട്ടിലും കാണിക്കരുത് ഇങ്ങനെ. ആമാ, അച്ഛൻ നല്ല ഫീൽ ചെയ്തിട്ടാ പോയതാ. നോക്ക്, പാവം കരഞ്ഞോണ്ടാ പോണേ. ഇച്ചിരി ഫീൽ ചെയ്യട്ടീ. അതെ, നേരത്തെ ഞാൻ ഈ ഡയറക്റ്റ് ഫീൽ ചെയ്തായിരുന്നു. അത് അങ്ങർക്ക് മാത്രമേ ഫീലിങ്സ് ഉള്ളൂ, എനിക്കില്ല. രവിയേട്ടനെ കണ്ണ് നിറഞ്ഞോണ്ടാണ് അങ്ങോട്ട് പോയത്. അറിയട്ടെ. ഇന്ന് മൊത്തം അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചെറിയ കാര്യം മതി അച്ഛൻ ഇരുന്ന് കരയാൻ. മണിക്കൂട്ടൻ ചേട്ടാ, രവിയേട്ടനെ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത് ആരുടെ സഹായം ഇല്ലാതെയാണ്. ആ പുള്ളിയുടെ ഒരു ശൈലിയാണ്. എന്തൊക്കെ അത്യാവശ്യം വന്നാലും ശരി വീട്ടിൽ ഒന്ന് ചോദിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ എന്നെ ഇതുവരെ? ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ രവിയേട്ടൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊന്നുമില്ല. അല്ല, ആ ഒരു ബഹുമാനം എനിക്ക് അങ്ങേരോട് ഉണ്ടടി. നമ്മള് പല ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും സ്വർണം പോലും ഞാൻ പണയം വെക്കാൻ കൊടുത്തിട്ട് വാങ്ങിക്കൂലായിരുന്നു. അവസാനം ഈ വീട് വാങ്ങിക്കാനുള്ള സമയത്ത് ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കൊടുത്ത് നിർബന്ധിച്ചിട്ടാണ് സ്വർണം വിറ്റത്. അതെ, നമ്മളെ ഒരാളുടെ രീതി അനുസരിച്ചിട്ട് നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടത്. രവിയുടെ സ്ഥലം വേണ്ടെങ്കിൽ വേണ്ട, പുള്ളിയുടെ സമാധാനം കളയണം എന്തിനു വെറുതെ. സത്യം പറയാലോ, രവിയേട്ടന്റെ ഈ സ്വഭാവം അത് മാറ്റണം ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് അഭിമാനം ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവത്തില്. എനിക്കും അതുപോലെ തന്നെ. പിന്നെന്താ, പിന്നെ ഇത് ഇടക്കിടയ്ക്ക് ചൊറിഞ്ഞോണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോ എനിക്കും തിരിച്ചു ചൊറിയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചൊറി കൊടുത്തതാ ഞാൻ. ഒന്നും പറഞ്ഞ് ഇങ്ങനെ ചൊറിയേണ്ടിരുന്നില്ല.
നന്നായിട്ട് കരഞ്ഞിട്ടാ പോയത്. അതെ, അവിടെ എവിടെയെങ്കിലും പോയിരുന്നു കരഞ്ഞോണ്ടിരിക്കായിരിക്കും. നമുക്ക് പോയി സംസാരിച്ചാലാ? ആണോ? ആ വാ വാ. രവിയേട്ടാ, എന്താ നടക്കുന്നേ? ചുമ്മാ കിടന്നു. എന്താ ഈ വന്ന് കിടക്കുന്നത്? ചുമ്മാ വെറുതെ കിടന്നു. വെറുതെ കിടക്കുന്നു. അല്ല അളിയനെ, ഇനി ഇവിടെ നിന്ന് കഴിച്ചതിന് എത്ര രൂപ തരാനുണ്ട്? അതിപ്പോ 5 രൂപയുടെ കേസല്ലേ ഉള്ളു. അത് ഞാനങ്ങ് തരുവളിയാ. 5 രൂപയുടെ കാര്യമുള്ളൂ. അല്ല അത് ഇപ്പൊ ഉടനെ തരണ്ട. ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ അപ്പോഴപ്പോഴായിട്ട് എഴുതിവേ. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് തന്നാ മതി പൈസ. സത്യം പറഞ്ഞാൽ ഞാനത് ആലോചിച്ചേ ഉള്ളിയാ. ഇനിയിപ്പൊ അങ്ങനെ ചെയ്യാം. അതാ നല്ലത്. അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിഷമിക്കണ്ടല്ലോ. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വിഷമിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചെയ്താൽ മതി. എന്റെ അളിയ, ഇപ്പൊ ഞങ്ങൾ വന്നതിനല്ല. എന്തോ ഞാൻ വന്നതേ ഒരു സോറി പറയാനേ. എന്തിന്? എന്തിന്? അല്ല, രവിയേട്ടന് വിഷമം തോന്നിയില്ലേ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യത്തിനും പൈസയൊക്കെ തന്നപ്പോഴത്തേക്കും? അതിന് അളിയൻ സോറി ഒന്നും പറയണ്ട. ഞാനാണല്ലോ അളിയനെ ആദ്യം വിഷമിപ്പിച്ചത്. അളിയൻ സോറി ഒന്നും പറയണ്ട. അപ്പൊ പ്രശ്നമൊക്കെ സോൾവ് ആയല്ലോ. കൈ കൊടുത്തേ രണ്ടുപേരും. അതിന് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതെ അതെ അതെ. അല്ല, ഞങ്ങൾ തമ്മിൽ അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? അല്ലേ? പിന്നെ അപ്പൊ അങ്ങനെ പ്രശ്നമൊക്കെ സോൾവ് ആയ സ്ഥിതിക്ക് നമുക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചാലോ? വേണ്ട വേണ്ട മോളെ, അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ. നീ ഇന്ന് വന്ന നാരങ്ങോളം കുടിച്ചിട്ട് ഞാൻ 4 തവണയാ കക്കുസി പോയത്. ഇനി അത് താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. ഒരു കാര്യം ചെയ്യ് മക്കളെ, തന്നെ അച്ഛനൊരു നാരങ്ങ വെള്ളം വേണ്ട. അച്ഛന് വേണ്ടാന്ന് വേണ്ട.